ഏതായാലും നിങ്ങൾ പറഞ്ഞു ജിന്നിനോടുള്ള അദൃശ്യമായിട്ടുള്ള ജിന്നിനോടുള്ള എല്ലാ വിളിയും ശിർക്കാണ്, മുസ്ലിം ആവട്ടെ കാഫിറാവട്ടെ അൽഹംദുലില്ലാ. അപ്പോൾ മൂവാറ്റുപുഴ സംവാദത്തിൽ ഇതേ ചോദ്യം ഹനീഫ് കായക്കൊടിയോടും മറ്റും അഹ്സന് ചോദിച്ചപ്പോൾ പറഞ്ഞു ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ വരികൾ ശിർക്കാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്തു. ഇന്ന് നിങ്ങൾ പറഞ്ഞു ജബ്ബാർ മൗലവിയുടെ ലേഖനമാണെങ്കിലും മറ്റും ശരി ശിർക്കു അപ്പൊ ശിർക്കാണ്. നിങ്ങൾ ഞാനൊരു ചോദ്യം നേരത്തെ പറഞ്ഞു. ഒറ്റ മിനിറ്റ്, ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കും, എന്റെ ചോദ്യം കേൾക്ക് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ചോദിച്ചത് ശിർക്കാണോ ശിർക്കല്ലേ? നിങ്ങൾ അതിന് ആ പദം ഉപയോഗിച്ചിട്ട് ശിർക്കാണെന്ന് മൂസന്റെ ചോദ്യത്തിലുണ്ട്, ഉത്തരത്തിലുണ്ട്, പേരോട് ശൈലിയ നിങ്ങൾ ചെടുത്തത്. പക്ഷെ ഞാൻ ചോദിച്ചു ഈ വരി ശിർക്കാണെന്ന് നിങ്ങൾ ഇവിടെ വെച്ച് സമ്മതിച്ചല്ലേ? അങ്ങനെയാണെങ്കിൽ ഹാലൂരും ശബ്ദം കേൾക്കുന്ന പരിധിക്കുള്ളിലോട് ജിന്നുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ എന്ന് പറയാൻ ശിർക്കാണോ ശിർക്കല്ലേ? ഇവിടെ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞു. മൂസ എന്തിനാ വിളിക്കാൻ പോണത്? അടുത്ത പ്രവർത്തകൻ ആ ചോദ്യം ഏറ്റെടുത്തു. അയാൾ വീണ്ടും ചോദിച്ചു, എന്താ അവരോട് പറഞ്ഞത്? ശ്രദ്ധിക്കുന്നത് സഹോദരന്മാരെ, ഇനി വേറെ ആൾക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഖുർആനിൽ ഒരുപാട് തേടിയ സംഭവങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് തേടിയത്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സക്കരിയ നബി, ഇബ്രാഹിം നബി, അയ്യൂബ് നബി, ഒരുപാട് പ്രവാചകന്മാർ തേടിയ ഒരുപാട് തേട്ടങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതുപോലെ മറിയം ബീവി, സാലിഹത്തായ മറിയം ബീവി തേടിയത്, ആസിയ ബീവിയുടെ തേട്ടം, ഇങ്ങനെ ഒരുപാട് തേടിയ ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. എല്ലാ തേട്ടങ്ങളും അള്ളാഹുവിനോട് മാത്രമാണ്. എന്റെ ചോദ്യം, ഏതെങ്കിലും ഒരു തേട്ടം അള്ളാഹു അല്ലാത്തവരോട് തേടിയതായി വിശുദ്ധ ഖുർആനിൽ നിന്ന് 1, 2, 3 ഉദാഹരണങ്ങൾ ഉദ്ധരിക്കാൻ സാധിക്കുമോ? എന്റെ പേര് മൂസ. അപ്പോ അങ്ങനെ ഉദ്ധരിച്ചാൽ താങ്കൾ മുജാഹിദ് പ്രസ്ഥാനത്ത് നിന്ന് രാജിവെക്കുമോ? ഉസ്താദ് ഉത്തരത്തിന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ ഞാൻ മറുപടി കൃത്യമായിട്ട് പറയും. നിങ്ങൾ മറുപടി പറഞ്ഞാൽ ഞാൻ രാജിവെക്കുമോ ഇല്ല, എനിക്ക് മെമ്പർഷിപ്പ് ഒന്നും ഇല്ല, രാജിവെക്കുമോ വെക്കൂലോ എന്ന് ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന് മുൻനിർത്തി ഞാൻ പറയും. ഓക്കെ, എന്നാ കേട്ടോളൂ. വൗഹൈനാ ഇലാ മൂസ إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قال الله عز وجل അല്ലാഹു പറയുന്നു, വൗഹൈനാ ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന് നമ്മൾ വഹി അറിയിച്ചു. ഇദിസ്തസ്ഖാഹു ഖൗമുഹു, മൂസാ നബിയുടെ അനുയായികൾ മൂസാ നബിയോട് വെള്ളം തേടിയപ്പോൾ, മൂസാ നബിയോട് വെള്ളത്തിന് തേടിയപ്പോൾ നമ്മൾ മൂസാ നബിക്ക് വഹി അറിയിച്ചു, അനിദ്രിബ് അസാക്കൽ ഹജർ, നിങ്ങൾ പാറക്കല്ലിന് വടി കൊണ്ട് അടിച്ച് വെള്ളം കൊടുക്കണം. ഫംബജസത് മിൻഹു 12 ഐനാ, അങ്ങനെ പാറക്ക് വടി കൊണ്ട് അടിച്ചപ്പോൾ 12 അരുവികൾ പൊട്ടി ഒഴുകി. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളത്തിനു വേണ്ടി മൂസാ നബിയുടെ അനുയായികൾ തേടിയപ്പോൾ അങ്ങനെ തേടാൻ പാടില്ലെന്ന് പറയണം എന്നല്ല ഖുർആൻ പറയുന്നത്. അങ്ങനെയല്ല അള്ളാഹു പറയുന്നത്. മറിച്ച് തേടിയവർക്ക് മുഅ്ജിസത്ത് മുഖേന വെള്ളം കൊടുക്കണം എന്നാണ് പറയുന്നത്. ആ നിലക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. അല്ലാഹ് അല്ലാത്തവരോട് തേടൽ ശിർക്കാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ശിർക്കിന്റെ പേരിൽ സഹായം കൊടുത്തു എന്ന് പറയണം. അള്ളാഹു ശിർക്കിനെ സഹായിച്ചു എന്ന് പറയണം. അള്ളാഹ്ക്കും മൂസാ നബിക്കും ഖുർആൻ ഇറക്കിക്കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനും ഖുർആൻ ഓതിക്കൊടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അത് കേട്ട ഒരൊറ്റ സഹാബികൾക്കും ആർക്കും ഒരഭിപ്രായമുണ്ടായില്ല. അള്ളാഹ് ഉണ്ടല്ലോ, എന്നിട്ട് മൂസാ നബിയോട് എന്തിന് തേടിയപ്പോൾ അള്ളാഹ് എന്തിന് വെള്ളം കൊടുക്കാൻ മൂസാ നബിയോട് പറഞ്ഞു എന്ന ഒരു സംശയം മുജാഹിദുകൾ വരുന്നത് വരെ ഖുർആനിൽ ഒരാൾക്കും ഒരു സംശയവും ഉണ്ടായില്ല. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനങ്ങൾ മൂസാ നബിയോട് വെള്ളത്തിന് തേടി വെള്ളം കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. എന്റെ ചോദ്യവും
ഉസ്താദ് മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചത് മരിച്ചുപോയ മഹാന്മാരോടുള്ള ഒരു ദുആന്റെ രൂപമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് മരിച്ചിരുന്നില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് മുമ്പിലുണ്ടായിരുന്നു. ആ മുമ്പിലുള്ള കൗമാണ് മൂസാ നബിയോട് ചോദിച്ചത്, അല്ലാതെ മരിച്ചുപോയ മൂസാ നബിയോടായിരുന്നില്ല. എന്റെ ചോദ്യം, ഉസ്താദെ ഇത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നു. എന്റെ ചോദ്യം, വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അയ്യൂബ് നബിയുടെ പ്രാർത്ഥനയുണ്ട്, അന്നീ മസ്നി അൽദുർ വഅൻത അർഹമുർ റഹീമീൻ. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട്, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഒരുപാട് ദുആകൾ വിളിച്ചു നേടിയ സംഭവങ്ങളുണ്ട്, തേട്ടങ്ങളുണ്ട്. ഇതുപോലെ സാലിഹീങ്ങളുടെ തേട്ടങ്ങളോ പ്രവാചകന്മാരുടെ തേട്ടങ്ങളോ വിശുദ്ധ ഖുർആനിൽ നിന്ന് അല്ലാഹു അല്ലാത്തവരോട് പേടിയായിട്ട് നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? ജീവിച്ചിരിക്കുന്നവരോടല്ല. അപ്പൊ അള്ള ജീവിക്കുന്ന ആളോ മരിച്ചാളോ? അള്ള ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ചാളോ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ള ജീവിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചു അള്ളഹാനോട് ചോദിച്ച പോലെ ചോദിച്ചിട്ടുണ്ടോ എന്നാണ്. സഹോദരന്മാരെ, തക്ബീർ ചൊല്ലിയിട്ട് ഒരു പക്ഷേ ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിച്ചിരിക്കും. പക്ഷേ ഈ ചോദ്യം ചിന്തിക്കുന്ന മനസ്സുകളോടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കണ്ടതാണ് ഇപ്പൊ ചോദിച്ച ആളുടെ അവസ്ഥ. അള്ള മരിച്ചേക്കണോ? ഇസ്ലാമിന്ന് പുറത്തു പോണ ചോദ്യം പേരോട് ചോദിക്കണത്. അല്ലെങ്കിലേ വിശ്വാസം അതിന്റെ പുറത്തുള്ളതാ. പിന്നെ ഈ വക ചോദ്യം കൂടി ചോദിച്ചാല് മറ്റോ നിർത്തിയപ്പോ അൽഹംദുലില്ലാഹ്, കാരണം ഓനസർ ഒഴിഞ്ഞിട്ട് അപ്പോഴാ മറ്റോ കയറി വരുന്നത്. ഈ നിലക്ക് ഇല്ലാത്ത വാദം പ്രചരിപ്പിച്ചിട്ട് കൊണ്ടെടുക്കുമ്പോ പറയാൻ കഴിയില്ല. കഴിഞ്ഞിട്ട് ഞാൻ 1-2 രംഗം കൂടി കാണിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് 10 മിനിറ്റും കൂടി നിൽക്കി.